Hi students, welcome to ASF Academy. I am Femi. Today we are discussing auditing classification. Auditing and corporate governance എന്നുള്ള സബ്ജക്റ്റിലെ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. അപ്പോൾ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ടോട്ടൽ ഈ വീഡിയോയിൽ വരുന്നില്ല. അതിൽ തന്നെ ഒരുപാട് പാർട്സ് ഉണ്ട്. അതിൽ ഒരു ഏരിയ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഇതിന് ശേഷം ബാക്കിയുള്ള ഭാഗങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 2-3 വീഡിയോ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ എന്താണ് ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ? ഓഡിറ്റിംഗ് പ്രോസസ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് 5 ടൈപ്പിൽ ക്ലാസിഫൈ ചെയ്യും. ഓൺ ദ ബേസിസ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഓൺ ദ ബേസിസ് ഓഫ് ഡിഗ്രി ഓഫ് ഇൻഡിപെൻഡൻസ്, ഓൺ ദ ബേസിസ് ഓഫ് കണ്ടക്ട് ഓഫ് ഓഡിറ്റ്, ഓൺ ദ ബേസിസ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്, ന്യൂ ജനറേഷൻ ഓഡിറ്റ്. അങ്ങനെ 4 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓഡിറ്റിനെ. ഓക്കെ, അതിലെ ഓൺ ദ ബേസ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ ബേസിൽ, കമ്പനിയുടെ അല്ലെങ്കിൽ ബിസിനസ് സ്ട്രക്ചറിന്റെ ബേസിൽ എങ്ങനെ ഓഡിറ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട് നോക്കാം. ഓൺ ദ ബേസ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമ്മൾ ക്ലാസിഫൈഡ് ഇൻറ്റു 2 ടൈപ്പിലാണ് ഓഡിറ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്നും നോൺ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്നും. അതായത് ബൈ ലോ പ്രകാരം ചെയ്യുന്നത്, അതായത് കമ്പൽസറി ആയിട്ട് ചെയ്യുന്നതും. ഒന്ന് പറയുന്നത് കമ്പൽസറി അല്ല, ഓപ്ഷണൽ ആണ് നോൺ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു പോവാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത്? സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റാറ്റ്യൂവിന്റെ ബേസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നിയമത്തിന്റെ ബേസിൽ നമുക്ക് ആ ഓഡിറ്റിംഗ് പ്രോസസ്സ് കമ്പൽസറി, ആ കമ്പനിക്ക് അല്ലെങ്കിൽ ആ വരുന്ന ഏത് ഓഡിറ്റിംഗ് പ്രോസസ് ഏത് കമ്പനിയിലാണോ വരുന്നത്, ഏത് ഫീൽഡിലാണോ അവർക്ക് അത് കമ്പൽസറി ആണ് ഓഡിറ്റിംഗ് ചെയ്യണം എന്നുള്ളത്. അതാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓഡിറ്റ് ക്യാരി ഔട്ട് കമ്പൽസറിലി, അതാണ് ഏറ്റവും മെയിൻ ഹെഡ്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആകുമ്പോൾ കമ്പൽസറി ആയിക്കാരം, കമ്പൽസറിലി അണ്ടർ എനി സ്റ്റാറ്റ്യൂ ഓർ എനി ലോ, ഏതെങ്കിലും നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അത് നിർബന്ധിതമാവുകയാണ്. വേർ അണ്ടർടേക്കിംഗ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ സ്റ്റാറ്റ്യൂ, ഓഡിറ്റ് ഫോർ such undertaking is made compulsorily under the statute. The audit of their accounts is called statutory audit. ഏതെങ്കിലും ഒരു അണ്ടർടേക്കിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന സ്റ്റാറ്റ്യൂസിന്റെ ബേസിലോ ആ അണ്ടർടേക്കിംഗിൽ വരുന്ന ഓഡിറ്റിംഗ് പ്രോസസ്സ് കമ്പൽസറി ആയിരിക്കും ആ നിയമപ്രകാരം. അങ്ങനെ വരുന്ന ഓഡിറ്റിങ്ങിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി അണ്ടർ ദ കമ്പനീസ് ആക്ടിൽ പ്രകാരമാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി നമ്മൾ വന്നിട്ടില്ല. അപ്പൊ ആ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിക്ക് കമ്പൽസറി ആണ്. അതേമാതിരി ബാങ്കിങ് കമ്പനീസ് അത് ഗവേൺ ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. ഇൻഷുറൻസ് കമ്പനീസ്, അതേപോലെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ടാവും. അണ്ടർ ഡിഫറെന്റ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ടാവും. അങ്ങനെയൊക്കെ വരുന്നവർക്ക് അവരുടെ ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിനാണോ അവര് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഉത്ഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് കമ്പൽസറി ആയിട്ട് ഓഡിറ്റിംഗ് പ്രോസസ്സ് ചെയ്യണം. ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. കമ്പനി ഓഡിറ്റ്, ഓഡിറ്റ് ഓഫ് ട്രസ്റ്റ്, ഓഡിറ്റ് ഓഫ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ലാസ്റ്റ് വൺ ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇനി ഇതിൽ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്താ? കമ്പനി ഓഡിറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് അറിയുന്നത് ഒരു നിയമത്തിന്റെ സ്റ്റാറ്റ്യൂട്ടിന്റെ അല്ലെങ്കിൽ ബൈ ലോ പ്രകാരം നമ്മൾ ചെയ്യുന്ന കമ്പൽസറി ആയിട്ട് ചെയ്യണം. നിയമപ്രകാരം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമ്പൽസറി നമ്മൾ ചെയ്യണം. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ആണ് കമ്പനി ഓഡിറ്റ്. അപ്പൊ കമ്പനി ഓഡിറ്റ് എന്തിന്റെ ബേസിലാണ്? ജോയിന്റ് സ്റ്റോക്ക് നമ്മളെ കമ്പനീസ് ആക്ട് ഇല്ലേ 1956, ദെൻ അത് ഇത് വന്ന 1930 ആ മോഡിഫിക്കേഷൻ വന്ന ആ ഒരു കമ്പനി ആക്ട് പ്രകാരം ക്രിയേറ്റ് ചെയ്ത അല്ലെ ഫോം ചെയ്ത കമ്പനീസ് എല്ലാം ഓഡിറ്റിംഗ് പ്രോസസ്സ് കമ്പൽസറി ചെയ്യണം. ഇറ്റ് കമ്പൽസറിലി ഫോർ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ടു ഗെറ്റ് ദയർ അക്കൗണ്ട്സ് ഓഡിറ്റഡ് ബൈ ക്വാളിഫൈഡ് പേഴ്സൺ. ആരായിരിക്കും? ചാർട്ടർ അക്കൗണ്ടന്റ്. അപ്പോൾ ആ കമ്പനീസ് ഓഡിറ്റിംഗ് പ്രോസസ്സ് ചെയ്യണ കമ്പൽസറി ആണ്. അവരെ അക്കൗണ്ട്സ് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളെ കൊണ്ട് തന്നെ ഓഡിറ്റിംഗ് പ്രോസസ്സ് ചെയ്യണം എന്നുള്ളത് കമ്പൽസറി ആണ്. അത് ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺ എന്ന് പറയുന്ന ഓഡിറ്റർ ആരെ? ചാർട്ടർ അക്കൗണ്ടന്റ് ആയിരിക്കണം. ഓക്കെ, അവരുടെ ഡ്യൂട്ടീസ്, ഈ ഓഡിറ്ററുടെ ഡ്യൂട്ടീസ്, അതിനെക്കുറിച്ചുള്ള അപ്പോയിന്റ്മെന്റ്സ്, അവരുടെ ക്വാളിഫിക്കേഷൻസ്, പവർ, ലയബിലിറ്റീസ് എല്ലാം കമ്പനി ആക്ടിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് 1956 അത് അമെൻമെന്റ് ചെയ്തത് 2013. അപ്പൊ അതിൽ പറഞ്ഞ പ്രൊവിഷൻസിന് അനുസരിച്ചിട്ടായിരിക്കും ഒരു ഓഡിറ്ററുടെ അപ്പോയിന്റ്മെന്റിനെ കുറിച്ച്, അവരുടെ ഡ്യൂട്ടീസ് ആവട്ടെ, റൈറ്റ്സ് ആവട്ടെ, പവേഴ്സ് ആവട്ടെ, ലയബിലിറ്റീസ് ആവണം, ഒരു ഓഡിറ്ററുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ അതിൽ മെൻഷൻ ചെയ്ത് ആസ് പെർ ദാറ്റ് റൂള് കമ്പനി ഓഡിറ്റിംഗ് പ്രോസസ്സ് നടത്താൻ പറ്റുള്ളൂ.
ഓക്കെ, നമ്മൾ കമ്പനി ഓഡിറ്റിംഗ് നടത്തുമ്പോൾ അതിൽ ഒരു കാര്യം കൂടി പറയാല്ലേ, എന്താന്ന് വെച്ചാൽ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിനെ എൻഷുർ ചെയ്യുക അങ്ങനെ ഒരു ഓഡിറ്റിംഗ് പ്രോസസ്സ് വഴി ആ കമ്പനിയിൽ യാതൊരു രീതിയിലുള്ള ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് ഒന്നും കണ്ടക്ട് ചെയ്തിട്ടില്ല എന്നുള്ളത്. അതേപോലെ ഓഡിറ്റേഴ്സ് അതിന്റെ ഫിനാൻഷ്യൽ അഡ്വൈസസ് കൊടുക്കാൻ ഒരു ഓഡിറ്റിംഗ് പ്രോസസ്സ് വഴി പറ്റും. അതേപോലെ ഷെയർ ഹോൾഡേഴ്സിന് കൃത്യമായി ഓഡിറ്റ് ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും റിപ്പോർട്ട്സ് ഒക്കെ കിട്ടും. അതാണ് കമ്പനി ഓഡിറ്റിനെ കുറിച്ച് പറയാല്ലേ. നെക്സ്റ്റ് വൺ പറയുന്നത് ഓഡിറ്റ് ഓഫ് ട്രസ്റ്റ് അക്കൗണ്ടന്റ്. ട്രസ്റ്റ് അക്കൗണ്ടന്റിനെ കുറിച്ചിട്ടാണ് പറയാൻ നെക്സ്റ്റ്. ഒരു ട്രസ്റ്റ് എങ്ങനെ രൂപീകരിക്കും, ട്രസ്റ്റ് എന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അത് മറ്റേതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അല്ലെ വിഡോസിന്, മൈനേഴ്സ് അല്ലെങ്കിൽ ഏതൊരു വീക്കർ സെക്ഷൻ, അതായത് മറ്റുള്ളവരുടെ സഹായത്തിൽ ജീവിക്കണ ഹെൽപ്ലെസ് സ്വന്തം എന്തെങ്കിലും വീക്കർ സെക്ഷൻ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുക. ഈ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തത് ബൈ ട്രസ്റ്റ് ഡീഡ് അനുസരിച്ചിട്ടായിരിക്കും. അതിൽ വരുന്ന ആൾക്കാരായിരിക്കും ട്രസ്റ്റീസ്. അപ്പൊ എന്തിനാണ് ഈ ട്രസ്റ്റ് ക്രിയേറ്റഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് സം ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അല്ലെങ്കിൽ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നമ്മൾ അറിയില്ല ട്രസ്റ്റിന്റെ ബേസിലാണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ വിഡോസ്, മൈനേഴ്സ്, വീക്കർ സെക്ഷൻ, എന്തെങ്കിലും ഹെൽപ്ലെസ് പേഴ്സൺസ് അവർക്കൊക്കെ വേണ്ടിയിട്ട് രൂപീകരിക്കുന്നതാണ് ട്രസ്റ്റ്, അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ ബേസിലാണ്, പാർട്ട്ണർഷിപ്പ് ഡീഡ് പോലെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ട്രസ്റ്റ് ഡീഡിന്റെ ബേസിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിലുള്ള ആൾക്കാരെ നമ്മൾ ട്രസ്റ്റീസ് എന്ന് പറയും. ആ ട്രസ്റ്റീസ് കൃത്യമായി അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം ഈ ട്രസ്റ്റിയുടെ കീഴിൽ ചിലപ്പോൾ എന്തെങ്കിലും റവന്യൂ കിട്ടണ എന്തെങ്കിലും ഷെയർസ് ഉണ്ടാവും, എന്തെങ്കിലും ഷെയർസ് ഉണ്ടാവും, അപ്പൊ അതിന് ഡിവിഡൻഡ് കിട്ടാണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റെന്റ് ബിൽഡിങ്സ് ഉണ്ടെങ്കിൽ അതിന് റെന്റ് കിട്ടാണ്ടാവും. അങ്ങനെയൊക്കെ പല ടൈപ്പിൽ റവന്യൂവിന് സാധ്യത ഉണ്ടാവും. അപ്പൊ ആ കിട്ടുന്ന ഇൻകംസ് എല്ലാം കൃത്യമായി ട്രസ്റ്റീസ് കളക്ട് ചെയ്യും. ട്രസ്റ്റീസ് ആണ് അവരുടെ പ്രോപ്പർട്ടീസ്, ഈ പറഞ്ഞ ആർക്ക് വേണ്ടിയോ ട്രസ്റ്റ് രൂപീകരിച്ചത് അവരുടെ പ്രോപ്പർട്ടീസ് എല്ലാം നോക്കി നടത്തുന്ന ട്രസ്റ്റീസ് ആയിരിക്കും. അപ്പൊ അതൊന്നുമില്ല വരുമാനങ്ങളും മേടിക്കുന്ന ട്രസ്റ്റീസ് ആയിരിക്കും. എന്നിട്ട് ആ ഇൻകം ആർക്ക്, ഈ ബെനിഫിഷ്യറിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ട്രസ്റ്റിയുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ട്രസ്റ്റീസ് അതിന് വേണ്ടി കൃത്യമായി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷേ ചില ടൈമിൽ ഡിസോണസ്റ്റ് ആയിട്ടുള്ള ട്രസ്റ്റീസിന് സിമ്പിൾ ആയിട്ട് അവരെ അക്കൗണ്ട്സ് മാനിപ്പുലേറ്റ് ചെയ്യാനും മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ്, നമ്മളെ അക്കൗണ്ട്സിന്റെ കാര്യത്തിൽ നമ്മൾ ഒബ്ജക്റ്റ് ഓഫ് ഓഡിറ്റിങ്ങിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ്, അതൊക്കെ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇതിന്റെ ഇന്റേണൽ ആയിട്ടുള്ള, അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സോ അതിന്റെ വരുമാനങ്ങളോ ചെലവോ ഒന്നും ഈ ഒരു വിഡോസോ മൈനേഴ്സോ ആർക്ക് വേണ്ടിയാണോ ബെനിഫിഷ്യറീസ് ആരാണോ അവർ ഇത് വന്ന് നോക്കണില്ല. അപ്പൊ സിമ്പിൾ ആയിട്ട് അവരെ പറ്റിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് കൃത്യമായിട്ട് ട്രസ്റ്റ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് കമ്പൽസറി ആണ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓഡിറ്റ് ഓഫ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് KSRTC, KSB, ബാങ്കിങ് കമ്പനീസ്, ഇൻഷുറൻസ് കമ്പനീസ് എക്സെട്ര. നമ്മൾ ഇതിലല്ലാത്ത വരുന്ന മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവില്ലേ, അങ്ങനെ എല്ലാവരുടെയൊക്കെ ഓഡിറ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. കാരണം അത് ജനറൽ പബ്ലിക്കിന്റെ ഇൻട്രസ്റ്റിനെ സേഫ് ഗാർഡ് ചെയ്തിട്ടാണ്. അത് കാരണം അതൊരു ലാർജ് ഇൻകംസും റവന്യൂസും വരുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ അവിടുത്തെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി നമ്മൾ ഓഡിറ്റ് ചെയ്യണം. അത് പബ്ലിക് സേഫ് ഗാർഡിന് വേണ്ടത്, ഓഡിറ്റ് സേഫ് ഗാർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി പബ്ലിക് ഇൻ ജനറൽ. ഓക്കെ, ഇവിടെ ഓഡിറ്റ് ചെയ്യുന്ന ക്വാളിഫൈഡ് ഓഡിറ്റർ ആവണം ഇങ്ങനെയുള്ള അക്കൗണ്ട്സ് ഒക്കെ ഓഡിറ്റ് ചെയ്യുന്നത്. യൂഷ്വലി മെയിൻ ആയിട്ടുള്ള കാരണം എന്താ, ഇവിടെ ലാർജ് എമൗണ്ട് ഓഫ് മണി കൊണ്ടാണ് ഗവൺമെന്റ് ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വേസ്റ്റ് ഓഫ് റവന്യൂ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്തിട്ട് ഇറ്റ് ഈസ് ഫോംഡ് അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് കോപ്പറേറ്റീവ് ആക്ട് 1912 ബേസിലാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്. ഈ പ്രൊവിഷന്റെ ബേസിലാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്. ഇതില് നമ്മുടെ ഇവിടെ ഇൻ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ആക്ട് ഓഫ് 1969 the accounts of cooperative institution are maintained as per the cooperative act and regulation. നമ്മളുടെ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. കോപ്പറേറ്റീവ് ആക്ട് ആൻഡ് റെഗുലേഷന്റെ ബേസിൽ അവരെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ ഇവിടെ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് കമ്പൽസറി ആണ്. ഈ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, ഓരോ സ്റ്റേറ്റിന്റെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും അതിന്റെ ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ടാവുക. ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യാനുള്ള അതോറിറ്റി ആയിരിക്കും കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്സിലായിരിക്കും ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ടാവുക. ഇത് കമ്പൽസറി ആയിട്ട് അവർ ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രാർ ഉണ്ടാവില്ലേ, അവരായിരിക്കും ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുക.
ഈ ഓഡിറ്റർ കോപ്പറേറ്റീവ് സൊസൈറ്റിനെ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും അക്കോർഡിംഗ് ടു ദ സ്റ്റാൻഡേർഡ് ഓഫ് എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ്. ആ കമ്പനിയുടെ അല്ലെങ്കിൽ ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് ABCDE എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടാണ് ഓഡിറ്റിംഗ് ചെയ്യുക. ഈ ഓഡിറ്റർ രജിസ്ട്രാർക്ക് ഓഡിറ്റിംഗ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, ഇതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റിംഗ്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 ടൈപ്പില്. നെക്സ്റ്റ് ആണ് നോൺ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് കമ്പൽസറി ആണെങ്കിൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് പറയുന്നത് കമ്പൽസറി അല്ല, ഓപ്ഷണൽ ആണ്. അത് വേണോ വേണ്ടേന്നില്ല ആ വ്യക്തികൾക്ക് അല്ലെ കമ്പനിക്കാണ് തീരുമാനിക്കുക. മെയിൻ ആയിട്ട് 2 ടൈപ്പിലാണ് നോൺ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റില്, പ്രൈവറ്റ് ഓഡിറ്റും ഗവൺമെന്റ് ഓഡിറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ നോൺ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിലെ ഫസ്റ്റ് വൺ ആണ് പ്രൈവറ്റ് ഓഡിറ്റ്. പ്രൈവറ്റ് ഓഡിറ്റ് പറഞ്ഞാൽ എന്താ? ഒരു പ്രൈവറ്റ് ബിസിനസ് എന്റർപ്രൈസസിന്റെ അക്കൗണ്ട്സ് ഓഫ് ബുക്സ് ഓഡിറ്റിംഗ് ചെയ്യുന്നതാണ് പ്രൈവറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇത് കമ്പൽസറി അല്ല, ഓപ്ഷണൽ ആണ്. അതിൽ വരുന്ന ഡിഫറെന്റ് പാർട്ടീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവർക്ക് ഓഡിറ്റിംഗ് വേണോ വേണ്ടെന്നില്ല. പ്രൈവറ്റ് ഓഡിറ്റിൽ മെയിൻ ആയിട്ട് 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സോൾ ട്രേഡേഴ്സ്, പാർട്ട്ണർഷിപ്പ്, ഇൻഡിവിജ്വൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. സോൾ ട്രേഡേഴ്സിനും പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ ഓപ്ഷണൽ, ഓൾറെഡി പറഞ്ഞു ഓപ്ഷണൽ ആണ്, കമ്പൽസറി അല്ല. സോൾ ട്രേഡേഴ്സ് അപ്പോയിന്റ് ചെയ്യുക ഓഡിറ്ററിനെ അണ്ടർ എൻ എഗ്രിമെന്റ്. അവർക്ക് വേണം തോന്നിക്കുന്ന അവർ എഗ്രിമെന്റിന്റെ ബേസിൽ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യും. ആ എഗ്രിമെന്റിൽ ഓഡിറ്റർക്ക് കൃത്യമായിട്ട് ക്ലിയർ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ക്ലയന്റ് എന്താണ് ഈ ഓഡിറ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി ആ ഒരു എഗ്രിമെന്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് സ്കോപ്പ്, നേച്ചർ, ഡ്യൂട്ടീസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു എന്തില് എഗ്രിമെന്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് ഇൻകം ടാക്സ് റിട്ടേൺസ് പ്രിപ്പയർ ചെയ്യാനാണ് എന്നുണ്ടെങ്കിൽ ആ ഓഡിറ്ററുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആ പ്രിപ്പറേഷൻ ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺസ് ആണ്. അല്ല, ഇപ്പൊ ഒരു ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഫുൾ ഡീറ്റെയിൽ അനാലിസിസിന് വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ അതായിരിക്കും ഓഡിറ്ററുടെ ഡ്യൂട്ടി. അപ്പൊ എന്താണ് അവരുടെ ഡ്യൂട്ടി, എന്താണ് അവരുടെ സ്കോപ്പ് എന്നുള്ളത് ആ ഒരു എഗ്രിമെന്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്ന പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നതും അവിടെ കമ്പൽസറി അല്ല, ഓഡിറ്റ് പറയുന്നത് ഓപ്ഷണൽ ആണ്. അത് പാർട്ട്നേഴ്സിന്റെ ഇൻട്രസ്റ്റ് അനുസരിച്ചിരിക്കും. അതിലുള്ള പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് ഉണ്ട് ഓഡിറ്റിംഗ് പ്രോസസ്സ് ഇയർലി ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ ഒരു ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്ത് ഓഡിറ്റിംഗ് നടത്തും. ഇല്ലെങ്കിൽ അത് അതിന്റെ ഉള്ളിൽ പാർട്ട്നേഴ്സിന്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവർ ഓഡിറ്റിംഗ് നോർമലി നടത്തുമ്പോൾ ഓഡിറ്റിംഗ് പ്രോസസ് നോർമലി പാർട്ട്ണർഷിപ്പിൽ നടത്തും. അവർ ക്വാളിഫൈഡ് ഓഡിറ്ററിനെയാണ് അപ്പോയിന്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ ഡിസ്പ്യൂട്ട്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാം. ബിറ്റ്വീൻ പാർട്ട്നേഴ്സിന്റെ ഇടയിൽ വരുന്ന ഫ്യൂച്ചർ ഡിസ്പ്യൂട്ട്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഓഡിറ്റഡ് ബൈ എ ക്വാളിഫൈഡ് ഓഡിറ്റർ. ഇയർലി അവർ ഓഡിറ്റ് ചെയ്യും ക്വാളിഫൈഡ് ഓഡിറ്ററിനെ വെച്ചിട്ട്. ആ ഓഡിറ്റ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ് ഈസ് പെർഫോം അണ്ടർ ദി പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡിനനുസരിച്ചിട്ടായിരിക്കും ഓഡിറ്റിംഗ് പാർട്ട്ണർഷിപ്പിന്റെ ഓഡിറ്റ് ഉണ്ടാവുക. അതായത് പാർട്ട്നേഴ്സും ഓഡിറ്ററും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാവും. അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ ഓഡിറ്റർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുൾ ഓഡിറ്റ് ആണോ പാർഷ്യൽ ഓഡിറ്റ് ആണോ, എന്നിട്ട് ഈ ഓഡിറ്റ് ചെയ്ത ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ടു പാർട്ട്നേഴ്സ്. അതിന് സ്പെസിഫിക് ഫോം ഒന്നുമില്ല ഈ റിപ്പോർട്ടിന്. അത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്ത് അല്ലെ എന്തൊക്കെ അനാലിസിസ് ചെയ്ത് അതിനെ കുറിച്ചിട്ട് റിപ്പോർട്ട് പാർട്ട്നേഴ്സിന് സബ്മിറ്റ് ചെയ്യും. മെയിൻ ആയിട്ട് വെരിഫൈ ഫിനാൻഷ്യൽ അക്കൗണ്ട്, അതേപോലെ ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്, അതൊക്കെ ആയിരിക്കും ഓഡിറ്റിങ്ങിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, മെയിൻലി ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിനനുസരിച്ചിട്ട് തന്നെ ഈ ഷുഡ് സി ഓഡിറ്റർ മെയിൻ ആയി ചെക്ക് ചെയ്യാറുണ്ട് അവിടെ പ്രിപ്പയർ ചെയ്ത അക്കൗണ്ട്സ് അല്ലാതും പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെയും നമ്മുടെ ലോസിന്റെ അല്ലെങ്കിൽ ആക്ടിന്റെ ഒക്കെ ബേസിസിലാണോ അവിടെ ആ ഒരു അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എന്നാണ് ഒരു ഓഡിറ്റർ നോക്കുന്നത്. തേർഡ് വൺ ആണ് ഇൻഡിവിജ്വൽസ്. ഇവറ്റിലൊന്നും പെടാത്ത ആൾക്കാർ, അതായത് ഇപ്പൊ ഒരു നമ്പർ ഓഫ് ബിൽഡിങ്സിന്റെ ഓണേഴ്സ്, അല്ലെങ്കിൽ ഒരു നല്ല വലിയൊരു എസ്റ്റേറ്റിന്റെ മാനേജർ, അതായത് ലാർജ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ വരുന്ന ആൾക്കാരായിരിക്കും ഇവരുടെ എല്ലാ ഫിനാൻഷ്യൽ അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യേണ്ടാവുക അവരുടെ എംപ്ലോയീസ് ആയിരിക്കും. അപ്പോൾ ആ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തത് ഒന്ന് ഓഡിറ്റ് ചെയ്തത് നന്നായിരിക്കും എന്ന് അവർക്ക് ഫീൽ ചെയ്യാണ്. ആ അക്കൗണ്ട്സിന്റെ ഒക്കെ റിലയബിലിറ്റി അല്ലെ അതെല്ലാം കറക്റ്റ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടില്ലെന്ന് ഒന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടും, അതേപോലെ അവരുടെ ടാക്സ് ലയബിലിറ്റി ഈസി കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് തോന്നുകയാണ് ഓഡിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും എന്നില്ല. അപ്പൊ അവരൊരു ഓഡിറ്ററിനെ ത്രൂ എൻ എഗ്രിമെന്റ് അപ്പോയിന്റ് ചെയ്യും, ഓഡിറ്റിംഗ് പ്രോസസ്സ് നടക്കും. ഓക്കെ, അപ്പൊ ഒന്നുകൂടി അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ എംപ്ലോയീസ് ചെയ്തെല്ലാം പെർഫെക്റ്റ് ആണെന്നൊന്നും നമുക്കൊരു ആ ഒരു ഇൻഡിവിജ്വലിനെ ഒന്നും കൂടി എൻഷുർ ചെയ്യാൻ പറ്റും. പിന്നെ മെയിൻ ആയിട്ട് ഇൻകം ടാക്സ് ലയബിലിറ്റീസിന്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ് ഇവിടെ ഓഡിറ്ററിനെ അവർ അപ്പോയിന്റ് ചെയ്യുന്നത്.
ഫോർത്ത് വൺ എന്ന് പറയും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ചില ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും റൺ ചെയ്യുന്ന പ്രോഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കില്ല. ലൈക്ക് സ്കൂൾസ്, കോളേജ്, അസോസിയേഷൻ, ലൈബ്രറീസ്, ക്ലബ്സ് എക്സെട്ര അങ്ങനെ വരുന്നൊക്കെ അവർ റൺ ചെയ്യുന്നത് സോഷ്യൽ പർപ്പസസിന് വേണ്ടിയിട്ടായിരുന്നു. അത് പ്രോഫിറ്റ് മേക്കിംഗ് ആയില്ല അവരുടെ മോട്ടീവ് എന്ന്. പക്ഷെ ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ലാർജ് റെസിപ്റ്റും ലാർജ് എക്സ്പെൻഡിച്ചർ ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവിടെ കമ്പൽസറി അല്ല, ഓഡിറ്റിംഗ് ഓപ്ഷനിലാണ്. അപ്പൊ ഇങ്ങനെയുള്ള റെസിപ്റ്റ്സും എക്സ്പെൻഡിച്ചർ ഒക്കെ ഒരുപാട് വലുതായതുകൊണ്ട് തന്നെ അവിടെ എൻഷുർ ചെയ്തിട്ടുണ്ടാവണം പ്രോപ്പർലി ആണ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തതെന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടും. അതേപോലെ അവിടെ ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസോ ഇറഗുലർ എന്തെങ്കിലും കാര്യങ്ങളോ ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് അവർ ഓഡിറ്റിംഗ് പ്രോസസ്സ് ഇയർലി ചെയ്യും. കൂടുതലും ചെയ്യാറുണ്ട്. ഓപ്ഷനിലാണെങ്കിലും അവർ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് ഈ ഓഡിറ്റ് ചെയ്ത അക്കൗണ്ട്സ് റിപ്പോർട്ട്സ് ഒക്കെയാണ് ഗവൺമെന്റ് ഗ്രാൻസും അതല്ലെങ്കിൽ മറ്റ് അസിസ്റ്റൻസ് ഒക്കെ കിട്ടാൻ വേണ്ടി ഇവര് പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഈ 4 കാറ്റഗറീസ് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഡിറ്റ് ആണ്. ഗവൺമെന്റ് ഓഡിറ്റ് പറയുന്നത് എന്താണ്? ഓഡിറ്റ് ഓഫ് ദ അക്കൗണ്ട്സ് ഓഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഓഫീസ് ആൻഡ് ഗവൺമെന്റ് കമ്പനീസ്, ഗവൺമെന്റ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസിന്റെ ഒക്കെ ഓഡിറ്റിങ്ങിനാണ്, അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്നതാണ് ഗവൺമെന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ മെയിൻ ആയിട്ട് മറ്റേ ലാസ്റ്റ് ആണ് ഗവൺമെന്റ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിൽ ഇൻക്ലൂഡ് ആയി. മെയിൻ ആയിട്ട് രണ്ടായിട്ടാണ്. ഇത് പബ്ലിക് അക്കൗണ്ടബിലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടും ഫിനാൻഷ്യൽ കൺട്രോൾ ടൂൾ ഒക്കെ ആയിട്ടാണ് ഇവിടെ ഓഡിറ്റിംഗ് പ്രോസസ്സ് നമ്മൾ കാണുന്നത്. മെയിൻ ആയിട്ട് 2 ടൈപ്പിലാണ് വരുന്നത്. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഓഫീസും ഗവൺമെന്റ് കമ്പനീസും. ഇങ്ങനെ 2 ടൈപ്പിലാണ് ഇവിടെ ഓഡിറ്റിംഗ് ഗവൺമെന്റ് ഓഡിറ്റ് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പറയുന്നത്. മറ്റേത് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിൽ വരുന്നത് കാരണമാണ് ഇങ്ങനെ പറയുന്നത്. ഇനി ഓഡിറ്റ് ഓഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓഡിറ്റിംഗ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത്, ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ ഓഫ് ഇന്ത്യ ആയിരിക്കും ആൻഡ് ഹിസ് സ്റ്റാഫ് ആയിരിക്കും ഓഡിറ്റിംഗ് പ്രോസസ് ചെയ്യുന്നുണ്ടാവുക. ദ ഓഡിറ്റ് ഓഫ് യൂണിയൻ ഗവൺമെന്റ് ഈസ് ഓൾസോ പെർഫോംഡ് ബൈ ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ ഓഫ് ഇന്ത്യ ആൻഡ് ഹിസ് സ്റ്റാഫ്. ഇനി പ്രിപ്പയർ അവർ ഈ ഓഡിറ്റിംഗ് പ്രോസസ്സ് അവർ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് തന്നെ ഇത് ഓഡിറ്റിംഗ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഓഡിറ്റിംഗ് പ്രോസസ്സിന്റെ റിപ്പോർട്ട് ആർക്കാണ് സബ്മിറ്റ് ചെയ്യുക? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ദെൻ who will then send to the both house of parliament. ഇനി ഇത് ഓഡിറ്റിംഗ് പ്രോസസ് നടത്തുന്നത് ഗവൺമെന്റിന്റെ ഈ ഓഡിറ്റിംഗ് പറഞ്ഞ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആണ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് സബ്മിറ്റ് ടു സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് ദെൻ ഫോർവേഡ് ടു സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ്. അതാണ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസിൽ വരുന്നത്. നെക്സ്റ്റ് ആണ് ഗവൺമെന്റ് കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ എന്താ? more than 50, at least 51% of paid up capital സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിലോ സ്റ്റേറ്റ് ഗവൺമെന്റ്, അതായത് 51% അതിൽ കൂടുതലോ സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിലോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കയ്യിലോ അല്ലെങ്കിൽ രണ്ടും കൂടി ക്ലബ് ചെയ്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കയ്യിലോ ഷെയർസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പനീസിനെയാണ് നമ്മൾ ഗവൺമെന്റ് കമ്പനീസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കമ്പനീസിന്റെ ഓഡിറ്റിംഗ് ആണ് ഈ പറയുന്നത് ഓഡിറ്റ് ഓഫ് ഗവൺമെന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതില് ഈ ഓഡിറ്റ് നടത്തുന്നത് ചാർട്ടർ അക്കൗണ്ട്സ് ആയിരിക്കും ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. അവർ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടാവും കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ ഓഫ് ഇന്ത്യ ആയിരിക്കും ആസ് റെക്കമെൻഡഡ് ബൈ ദ കമ്പനി ലോ ബോർഡ്. ഇനി ഇതിൽ വരുന്ന ഈ ഓഡിറ്റിംഗ് പ്രോസസ് ചാർട്ടർ അക്കൗണ്ടന്റ് ചെയ്ത ഓഡിറ്റിംഗിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക ആയിരിക്കും അടുത്ത് കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറലിന്റെ അടുത്ത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. ദെൻ ഇത് പ്ലേസ് ചെയ്യൂ എവിടെ? ആനുവൽ ജനറൽ മീറ്റിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ മുന്നിൽ ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. അപ്പോൾ മറ്റേതില് ഡയറക്ടർ കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ ഓഫ് ഇന്ത്യ സ്റ്റാഫാണ് ഓഡിറ്റിംഗ് പ്രോസസ് നടത്തുന്നത്. ഗവൺമെന്റ് കമ്പനീസിൽ അവർ അപ്പോയിന്റ് ചെയ്ത ചാർട്ടർ അക്കൗണ്ട്സ് ആയിരിക്കും. ആ റിപ്പോർട്ട് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നാണെങ്കിൽ അവര് പ്രസിഡന്റോ സ്റ്റേറ്റ് ഗവൺമെന്റിലോ പോണെങ്കിൽ ഇവിടെ ഈ ചാർട്ടർ അക്കൗണ്ട്സ് ഇവരിലേക്കോ ഇവരിൽ നിന്ന് ജനറൽ മീറ്റിംഗിൽ ഷെയർ ഹോൾഡേഴ്സിൽ ആനുവൽ ജനറൽ മീറ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനും ആണ് ഈ റിപ്പോർട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കേണ്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റിൽ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടെ അതേപോലെ നിങ്ങളെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.